Hi students, നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത് മൊഡ്യൂൾ 5ൻ്റെ അകത്തെ സെക്കൻഡ് ടോപ്പിക്കാണ് വിച്ച് ഈസ് SRAM. അപ്പോൾ അതിന് മുമ്പായിട്ട് ഫസ്റ്റ് നമ്മൾ ഓൾറെഡി ലാസ്റ്റ് ലെക്ചറിൻ്റെ അകത്ത് റോമിനെ പറ്റിയാണ് കണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ റാമിൻ്റെ അകത്തെ വൺ ഓഫ് ദി കാറ്റഗറിയാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം റാം എന്ന് പറഞ്ഞാൽ എന്താണ്, റാൻഡം ആക്സസ് മെമ്മറി. പിന്നെ ഓൾറെഡി നമുക്കറിയാം ഇറ്റ് ഈസ് എ വോളറ്റൈൽ മെമ്മറി. വോളറ്റൈൽ മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, വെൻ നമ്മൾ പവർ ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന കണ്ടൻസ് എല്ലാം വിൽ ബി ഓട്ടോമാറ്റിക്കലി ഗെറ്റിംഗ് ഇറേസ്ഡ്. പിന്നെ വേറൊരു കാര്യം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, റോം പോലെയല്ല, റോമിൻ്റെ കേസിൽ നമുക്ക് റീഡിങ് മാത്രമേ പറ്റുള്ളൂ, റൈറ്റ് പറ്റത്തില്ല. റാം ആണെന്നുണ്ടെങ്കിൽ റീഡിങ് ആസ് വെൽ ആസ് റൈറ്റിംഗ് ഇൻ ടു ദ മെമ്മറി എന്ന് പറയുന്നത് ഈസ് പോസിബിൾ. ഇനിയിപ്പം ബേസിക്കലി റാം എന്ന് പറയുന്നത് ഈസ് ബീങ് ക്ലാസിഫൈഡ് ഇൻ ടു ഡിഫറെൻറ്റ് കൈൻഡ്സ്, സ്റ്റാറ്റിക് റാം ആൻഡ് ഡൈനാമിക് റാം. സ്റ്റാറ്റിക് റാമിനെ നമ്മൾ SRAM എന്നും ഡൈനാമിക് റാമിനെ നമ്മൾ DRAM എന്നുമാണ് വിളിക്കുന്നത്. സോ ഇനിയിപ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ അതിൻ്റെ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാറ്റിക് റാം ആൻഡ് ഡൈനാമിക് റാം ഒന്ന് കാണുവാണ്. അപ്പം സ്റ്റാറ്റിക് റാമിൻ്റെ കേസിൽ ആണെന്നുണ്ടെങ്കിൽ ബേസിക്കലി നമ്മൾ പവർ എത്ര നേരം സപ്ലൈ ചെയ്യുന്നുണ്ടോ അത്രത്തോളം until that time the data will be stored. But in the case of DRAM, basically data will be stored only for a certain milliseconds. നമ്മൾ പവർ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും, കാരണം അവിടെ ബേസിക്കലി നമ്മൾ ഇനി നെക്സ്റ്റ് ഒരു ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ തന്നെ കാണുന്നുണ്ട്, ഇവിടെ റിഫ്രഷിങ് സർക്യൂട്ടറി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇൻ ബിറ്റ്വീൻ ഇത് റിഫ്രഷ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് DRAMൻ്റെ കേസിൽ. അതുകൊണ്ടാണ് ഈവൻ തോ പവർ സപ്ലൈഡ് ആണെന്നുണ്ടെങ്കിലും ഡേറ്റ സ്റ്റോറേജ് എന്ന് പറയുന്നത് വിൽ ലാസ്റ്റ് ഓൺലി ഫോർ എ ഫ്യൂ മില്ലിസെക്കൻഡ്സ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് ഒരു ക്ലാസിഫിക്കേഷൻ SRAMൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി 6 ട്രാൻസിസ്റ്റേഴ്സ്, ഒരു സിംഗിൾ മെമ്മറി സെൽ ഈസ് ബേസിക്കലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഓഫ് 6 ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ്, ബട്ട് 4 ട്രാൻസിസ്റ്റർ ഒക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ DRAMൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എ സിംഗിൾ ട്രാൻസിസ്റ്റർ ആൻഡ് എ കപ്പാസിറ്റർ ഈസ് ബീയിങ് യൂസ് ഫോർ എ സിംഗിൾ മെമ്മറി സെൽ. ദെൻ SRAMൻ്റെ കേസിൽ റിഫ്രഷിങ്ങിൻ്റെ കേസ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റാറ്റിക് റാമിൻ്റെ അകത്ത് റിഫ്രഷിങ് ഓഫ് ദി മെമ്മറി സെൽ ഈസ് നോട്ട് റിക്വയർഡ്, വൈൽ ഇൻ ദ കേസ് ഓഫ് DRAM ദ റിഫ്രഷ്മെൻറ്റ് ഓഫ് എ മെമ്മറി സെൽ ഈസ് ബീയിങ് ടേക്കിംഗ് പ്ലേസ്. ദെൻ സ്റ്റാറ്റിക് റാമിൻ്റെയും DRAMൻ്റെ വേറെ ഡിഫറൻസ് എന്ന് പറയുന്നത് ദ ഡേറ്റ ആക്സസ് ഈസ് ബീയിങ് മോർ ഫാസ്റ്റ് ഇൻ ദ കേസ് ഓഫ് സ്റ്റാറ്റിക് റാം, വൈൽ DRAM ഈസ് സ്ലോവർ. പിന്നത്തെ സ്റ്റാറ്റിക് റാം എന്ന് പറയുന്നത് ഇസ് ഓൾസോ ദ പവർ കൺസംഷൻ എന്ന് പറയുന്നത് ഈസ് ഓൾസോ ക്വയറ്റ് ഹയർ വെൻ കമ്പയർഡ് വിത്ത് ദ DRAM. ദെൻ വേറൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ലോവർ ഡെൻസിറ്റി പെർ ചിപ്പ്, അല്ലെങ്കിൽ വി ക്യാൻ സേ ദ ലെസ് മെമ്മറി ക്യാൻ ഓൺലി ബി സപ്ലൈഡ് പെർ ചിപ്പ് ഫോർ ആൻ SRAM വെൻ കമ്പയർഡ് വിത്ത് ദ DRAM. Then also the cost, it is quite expensive. Static RAM is quite expensive when compared with the DRAM. ഇപ്പോൾ സ്റ്റാറ്റിക് റാം ആണ് നമുക്ക് ഫസ്റ്റ് ഇതിനകത്ത് കാണാനായിട്ടുള്ളത്. ഇതിനിപ്പോൾ കാണുന്നത് സ്റ്റാറ്റിക് റാം. സ്റ്റാറ്റിക് റാം ഈസ് ബേസിക്കലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഓഫ് എ ബൈസ്റ്റേബിൾ ലാച്ചിങ് സർക്യൂട്ടറി. ബൈസ്റ്റേബിൾ ലാച്ചിങ് സർക്യൂട്ടറി മീൻസ് വിച്ച് കൺസിസ്റ്റ് ഓഫ് എ ഫ്ലിപ്പ് ഫ്ലോപ്പ്. ആൻഡ് ഓൾസോ ദ SRAM is present in a cache memory. ഇപ്പോൾ DRAM ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബേസിക്കലി പ്രസൻറ്റ് ഇൻ ദ മെയിൻ മെമ്മറി. അപ്പം സ്റ്റാറ്റിക് റാം എന്ന് പറയുന്നത് ക്യാഷെ മെമ്മറിയിലായിരിക്കും ഈസ് കോമൺലി ഫൗണ്ട്. ആൻഡ് ഓൾസോ ദ സൈസ് ഓഫ് SRAM is also very small, which almost varies from 1 MB to 16 MB maximum. That will be the range, which is very small. ഇത് നമുക്ക് അടുത്തതിൻ്റെ അകത്ത് തന്നെ SRAMൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഈസ് 6 ട്രാൻസിസ്റ്റർ സ്റ്റാറ്റിക് റാം ഓർ 6 ട്രാൻസിസ്റ്റർ CMOS SRAM. അതാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് കാണുന്നത്. അല്ലെങ്കിൽ ഇതാണ് ഇപ്പോൾ ഒരു മെമ്മറി സെല്ലിൻ്റെ കേസാണ് നമ്മൾ പറയുന്നത്. ഒരു സെൽ അറേക്കകത്തെ ഒരു സിംഗിൾ SRAM സെൽ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് കാണുന്നത്. അപ്പം ബേസിക്കലി അത് 2 ക്രോസ്ലി കപ്പിൾഡ് ഇൻവേർട്ടേഴ്സ് ആസ് വെൽ ആസ് 2 ആക്സസ് ട്രാൻസിസ്റ്റേഴ്സ്. ഇത് രണ്ടുമാണ് ഇതിനകത്തെ മേജർ കമ്പോണൻറ്റ് ഓഫ് എ 6 ട്രാൻസിസ്റ്റർ സ്റ്റാറ്റിക് റാം എന്ന് പറയുന്നത്. ദെൻ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ വേർഡ് ലൈനും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വേർഡ് ലൈൻ എന്ന് പറയുന്നതാണ് ബേസിക്കലി ടു എനേബിൾ ദ ആക്സസ് ട്രാൻസിസ്റ്റേഴ്സ്. പിന്നെ അഗെയിൻ 2 ബിറ്റ് ലൈൻസ് ഉണ്ട്, ബിറ്റ് ലൈൻ ആൻഡ് ബിറ്റ് ലൈൻ ബാർ എന്ന് പറയുന്നത് ബേസിക്കലി അതിൻ്റെ ബിറ്റ് ലൈനിൻ്റെ നേരെ ഇൻവേഴ്സ് ആയിരിക്കും ബിറ്റ് ലൈൻ ബാർ, BL ആൻഡ് BL ബാർ.
ബി എല്ലിൻ്റെ നേരെ ഇൻവേഴ്സ് ആയിരിക്കും ബി എൽ ബാറിൽ ഉണ്ടായിരിക്കുന്നത് ബിറ്റ് ലൈൻസ്. ഓക്കെ, ആൻഡ് ഓൾസോ ബിറ്റ് ലൈൻസ് ഹെൽപ്സ് ടു നോയ്സ് മാർജിനെ ഹെൽപ്പ് ചെയ്യാനായിട്ടും കൂടെയാണ് ബിറ്റ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ഇനി നമുക്ക് കാണാനായിട്ടുള്ളത് അതിന് 3 ഡിഫറെൻറ്റ് ഓപ്പറേറ്റിംഗ് സ്റ്റേറ്റ്സ് ഓഫ് 60 SRAM cell. So basically there are 3 different states: hold state, a write state and a read state. അങ്ങനെ 3 different states ആണ് ബേസിക്കലി നമ്മളുടെ 60 SRAM സെല്ലിന് ഉള്ളത്. The hold state എന്ന് പറയുന്നത് is when the value of word line is equal to 0, the SRAM is said to be in its hold state. While when the value of word line is equal to 1, WL ആണ് word line ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. word line 1 ആകുകയാണെന്നുണ്ടെങ്കിൽ either read or write operation can take place. അങ്ങനെ word line വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ ഏത് സ്റ്റേറ്റിലാണ് നമ്മളുടെ SRAM സെൽ ഇരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യുന്നത്. ദെൻ ഇപ്പോൾ കാണുന്നതാണ് 6 ട്രാൻസിസ്റ്റർ സ്റ്റാറ്റിക് റാമിൻ്റെ ബേസിക് സർക്യൂട്ട്. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആകെ കൂടെ 2 ട്രാൻസിസ്റ്റേഴ്സാണ് നിങ്ങൾക്ക് കാണുന്നത് അല്ലേ, M5 ആൻഡ് M6. അത് രണ്ടുമേ നിങ്ങൾക്ക് കാണാനായിട്ടുള്ളൂ അല്ലേ. അതെന്താണ് എന്നുള്ളത് നെക്സ്റ്റ് ഡയഗ്രത്തിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പോൾ ഇത്രയും നോക്കി നിൽക്കുക. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 60 SRAMൻ്റെ അകത്ത് there are 2 access transistors. ഇവിടെ M5 ആൻഡ് M6 ആണ് 2 access transistors ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഇപ്പോൾ access transistors are basically used to access the BL and BL bar lines, which thereby helps to access the data. പിന്നെയുള്ളത് 2 closely coupled inverters. 2 ഇൻവേർട്ടേഴ്സ് കാണാം അല്ലേ, ഒരു മേളിലും നമുക്ക് താഴെയുമായിട്ടുള്ള 2 ഇൻവേർട്ടേഴ്സ് കാണുന്നുണ്ട്. they are closely coupled. ഈ closely coupled inverters basically act as the flip flops or they act as the memory cell. ഇതാണ് നമ്മുടെ ബേസിക് മെമ്മറി സെൽ. ഈ ക്രോസ് കപ്പിൾഡ് ഇൻവേർട്ടേഴ്സ് ആണ് ബേസിക്കലി മെമ്മറി സെല്ലായിട്ട് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്സ് ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്രോസ്ലി കപ്പിൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ അർത്ഥം നോക്കിക്കേ. ദ ഔട്ട്പുട്ട് ഓഫ് ദി ഫസ്റ്റ് ഇൻവേർട്ടർ ഈസ് ഗിവൺ ആസ് ദ ഇൻപുട്ട് ഓഫ് ദ സെക്കൻഡ് ഇൻവേർട്ടർ അല്ലേ. ഔട്ട്പുട്ട് ഓഫ് ദ ഫസ്റ്റ് ഇൻവേർട്ടർ ഈസ് ഗിവൺ ആസ് ദ ഇൻപുട്ട് ഓഫ് ദ സെക്കൻഡ് വൺ, ആൻഡ് output of the second inverter is given as the input of the first inverter അല്ലേ. ഒരെണ്ണത്തിൻ്റെ ഇൻപുട്ട് എടുത്ത് അതിൻ്റെ നെക്സ്റ്റ് വണ്ണിൻ്റെ ഔട്ടായിട്ട് അങ്ങനെ കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ബേസിക്കലി ഇതിനെ ക്രോസ്ലി കപ്പിൾഡ് ഇൻവേർട്ടേഴ്സ് എന്നുള്ള പേരിൽ വിളിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ വേർഡ് ലൈൻസ് ഉണ്ട്. വേർഡ് ലൈൻസ് ആർ ബേസിക്കലി യൂസ് ടു ആക്സസ് ദ ഡേറ്റ ഇൻ എ സെൽ. ആക്സസ് ഡേറ്റ നമ്മൾ സെല്ലിനകത്ത് ഡേറ്റ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ചെയ്യണം, വേർഡ് ലൈൻ ആദ്യം എനേബിൾ ചെയ്യണം. വേർഡ് ലൈൻ എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിച്ച് മീൻസ് വേർഡ് ലൈൻ 1 ആവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, M5ഉം M6ഉം എന്ന് പറയുന്ന നമ്മുടെ 2 ആക്സസ് ട്രാൻസിസ്റ്റേഴ്സാണ്. ദേ വിൽ ബി ഗെറ്റിംഗ് ടേൺഡ് ഓൺ. എന്തുകൊണ്ടായിരിക്കും, ഇറ്റ് ഈസ് ബിക്കോസ് അത് രണ്ടും M5 ആൻഡ് M6 വരെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് രണ്ടും NMOS ട്രാൻസിസ്റ്റേഴ്സ് ആണ്. NMOS ട്രാൻസിസ്റ്റേഴ്സിൻ്റെ കേസ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ദേ ആർ ഗെറ്റിംഗ് ടേൺഡ് ഓൺ വെൻ എ വാല്യൂ ഓഫ് 1 ഈസ് ബീയിങ് സപ്ലൈഡ് അല്ല. ഇപ്പോൾ WL ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ M5 ആൻഡ് M6 സിൻസ് ദേ ആർ NMOS ട്രാൻസിസ്റ്റേഴ്സ് ദേ വിൽ ബി ഗെറ്റിംഗ് ടേൺഡ് ഓൺ. ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കായിട്ട് നമുക്ക് ഈ ഡയഗ്രത്തിൽ നിന്ന് നോക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു സിംഗിൾ യൂണിറ്റാണ് കാണിച്ചിരിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ ബിറ്റ് ഡേറ്റ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള കേസാണ് ഇപ്പം കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പം നെക്സ്റ്റ് ഡയഗ്രാം നോക്കിക്കേ. ഇപ്പോൾ ഇതാണ് എൻറ്റയർലി നമ്മുടെ CMOS സ്റ്റാറ്റിഗ്രാം എന്ന് പറയുമ്പോൾ ആ 2 ഇൻവേർട്ടേഴ്സ്, ആ 2 ക്ലോസ്ലി കപ്പിൾഡ് ഇൻവേർട്ടേഴ്സ് നമ്മൾ ഓൾറെഡി ഇൻവേർട്ടർ നമ്മൾ നേരത്തെ മൊഡ്യൂൾസിൽ പഠിച്ചിട്ടുണ്ട്. ഒരു സിംഗിൾ ഇൻവേർട്ടർ ഈസ് ബേസിക്കലി കൺസ്റ്റിറ്റ്യൂട്ടഡ് ഓഫ് എ സിംഗിൾ NMOS ആൻഡ് എ സിംഗിൾ PMOS അല്ലേ. ഇപ്പോൾ M3 ആൻഡ് M1, M3 എന്നും M4 എന്ന് പറയുന്ന 2 PMOS ഡിവൈസസ് ആണ്. ഡയഗ്രത്തിൽ നോക്കുവാണെങ്കിൽ M1 ആൻഡ് M2 എന്ന് പറയുന്നത് NMOSകളാണ്. ഓക്കെ, M3 ആൻഡ് M1 ഫോംസ് എ സിംഗിൾ ഇൻവേർട്ടർ ആൻഡ് M2 ആസ് വെൽ ആസ് M4 ഫോംസ് ദ സെക്കൻഡ് ഇൻവേർട്ടർ. അങ്ങനെ നമുക്ക് 2 ഇൻവേർട്ടർ നേരത്തെ തൊട്ട് മുമ്പ് കണ്ട ഡയഗ്രത്തിൻ്റെ എക്സ്പ്ലനേറ്ററി ആണ് ഇപ്പോൾ കാണിച്ചത്. ഇപ്പോൾ നോക്കിക്കേ, ടോട്ടൽ 6 ട്രാൻസിസ്റ്റേഴ്സ് ഇല്ലേ, M1, M2, M3, M4, M5 ആൻഡ് M6. അങ്ങനെ നമുക്ക് ടോട്ടൽ 6 ട്രാൻസിസ്റ്റേഴ്സ് ഇപ്പം ഫോം ചെയ്തിട്ടുണ്ട്. ആസ് വെൽ ആസ് ഇറ്റ് ഈസ് എ
Cmos circuitry അല്ലേ, ബോത്ത് PMOS ആസ് വെൽ ആസ് NMOS ഡിവൈസസ് ഇവിടെ ഉണ്ട്. പിന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു വേർഡ് ലൈൻ്റെ കേസ്. പിന്നെ വേർഡ് ലൈൻ 0 ആണെന്നുണ്ടെങ്കിൽ ബേസിക്കലി ദ ഹോൾഡ് ഈസ് ഗോയിങ് ടു ടേക്ക് പ്ലേസ്. പിന്നെ വേർഡ് ലൈൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആകണമെന്നുണ്ടെങ്കിൽ either റീഡ് ഓർ റൈറ്റ് ക്യാൻ ടേക്ക് പ്ലേസ്. പിന്നെ ഒരു കാര്യം ഉള്ളത് ബിറ്റ് ആൻഡ് ബിറ്റ് ബാർ ലൈൻസ്, BL ആൻഡ് BL ബാർ ലൈൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു കേസ് തൊട്ട് നോക്കാനുണ്ട്. BL ആൻഡ് BL ബാർ ലൈൻസ് will act as input lines during the write phase. എന്തൊക്കെയാണെന്നുള്ളത് നമ്മളിനി പുറകെ കാണുന്നുണ്ട്, ഇത്രയും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. Then again BL and BL bar lines will act as output lines during the read phase. ഇത്രയും കാര്യങ്ങളാണ് BL and BL bar ലൈൻസിനെ പറ്റി നോക്കാനായിട്ടുള്ളത്. പിന്നെയുള്ളത് there are two pre-charge capacitors being provided. The pre-charge capacitors എന്ന് പറയുന്നത് are basically to charge the BL and BL bar lines. BL and BL bar ലൈൻസിനെ ചാർജ് ചെയ്യാനായിട്ടാണ് നമ്മളിതിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രീ ചാർജ് കപ്പാസിറ്ററിനെ നമുക്ക് ഫുള്ളി ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇലക്ട്രോണിക് സർക്യൂട്ടറീസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനെ ചാർജ് ചെയ്യാം. നമ്മളിനി ഓരോ ഓപ്പറേഷൻസ് ആയിട്ട് കാണാനായിട്ട് പോവാണ്. ഫസ്റ്റ് വൺ ഈസ് ദ ഹോൾഡ് ഓപ്പറേഷൻ. അപ്പം ഹോൾഡ് ഓപ്പറേഷൻ മീൻസ് നമുക്ക് ഓൾറെഡി അതിനകത്ത് റിട്ടേൺ ആയിരിക്കുന്നതിനെ റീഡ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ പുതിയൊരു ഡേറ്റേനെ കൊടുക്കാനായിട്ടോ പറ്റത്തില്ല. വിച്ച് മീൻസ് ഇറ്റ് ജസ്റ്റ് ഹോൾഡ്സ് ദ ഡേറ്റ വിച്ച് ആർ ഓൾറെഡി റിട്ടൺ ഇൻ ദ സെൽ. ഓൾറെഡി അതിനകത്ത് കിടക്കുന്ന വാല്യൂവിനെ ജസ്റ്റ് ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മാത്രം ഡിഫറൻസ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേർഡ് ലൈൻ്റെ വാല്യൂ വിൽ ബി ഈക്വൽ ടു 0. അപ്പോൾ നോക്കിക്കേ വേർഡ് ലൈൻ, അപ്പോൾ റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. വേർഡ് ലൈൻ്റെ വാല്യൂ ഈസ് ഈക്വൽ ടു 0. വേർഡ് ലൈൻ 0 ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി M5 ആൻഡ് M6 എന്ന് പറയുന്ന രണ്ട് ആക്സസ് ട്രാൻസിസ്റ്റേഴ്സ് വിൽ ബി ടേൺഡ് ഓഫ് ആണല്ലോ. M5 ആൻഡ് M6 എന്ന് പറയുന്ന രണ്ട് NMOSകളാണ്. വെൻ എ വാല്യൂ 0 ഈസ് ബീങ് സപ്ലൈഡ് ദേ ബോത്ത് വിൽ ബി ഇൻ ദ ഓഫ് സ്റ്റേറ്റ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കാം, എനിക്ക് എൻ്റെ മെമ്മറി സെൽ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ M1, M2, M3 ആൻഡ് M4 ആ ബേസിക്കലി 4 ട്രാൻസിസ്റ്റേഴ്സാണ് നമ്മളുടെ മെമ്മറി സെല്ലായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് M5ഉം M6ഉം ഓഫ് ആണെന്നുണ്ടെങ്കിൽ മെമ്മറിയിലുള്ള ഡേറ്റേനെ എടുക്കാനായിട്ട് പറ്റത്തില്ല, ആസ് വെൽ ആസ് റൈറ്റ് ചെയ്യാനായിട്ടും പറ്റത്തില്ല. അപ്പോൾ ദെയർഫോർ ഇറ്റ് ജസ്റ്റ് ഹോൾഡ്സ് ദ ഡേറ്റ ദാറ്റ് ആർ ഓൾറെഡി ബീങ് റിട്ടൺ. ഇപ്പോൾ നെക്സ്റ്റ് ഓപ്പറേഷനിലേക്ക് പോവുകയാണ്, വിച്ച് ഈസ് ദ റീഡ് ഓപ്പറേഷൻ. ഇപ്പോൾ റീഡ് ഓപ്പറേഷൻ്റെ അകത്തെ നമുക്ക് പല സ്റ്റെപ്സ് ആയിട്ടാണ് നടക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദ ചാർജിങ് ഓഫ് ദ ബിറ്റ് ലൈൻസ് ടു VDD ഓർ പ്രീ ചാർജിങ് ഓഫ് ദ ബിറ്റ് ലൈൻസ് ടു VDD. that is being done with the help of the pre-charge capacitors. Pre-charge capacitors ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബിറ്റ് ലൈൻസിനെ ഫുള്ളി ചാർജ് ചെയ്യുക അല്ലെങ്കിൽ VDDയിലേക്ക് ചാർജ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യുന്നത്. നോക്കിക്കേ പോയിൻറ്റ്സ് A ആൻഡ് Bന് അതുകൊണ്ടാണ് VDD ആണ് ഒറിജിനലി സ്പീക്കിംഗ് അവിടെ വരുന്നത്, ഫുള്ളി ചാർജ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലോജിക്കലി സ്പീക്കിംഗ് ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് 1. ദെയർഫോർ A ആൻഡ് B എന്ന് പറയുന്നതിനെ അതുകൊണ്ടാണ് റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, 1 ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾറൈറ്റ്, പിന്നെയുള്ള സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടു, വേർഡ് ലൈൻ്റെ വാല്യൂ ഷുഡ് ബി എനേബിൾഡ് ഓർ വേർഡ് ലൈൻ ഷുഡ് ബി എനേബിൾഡ്. വേർഡ് ലൈനെ എനേബിൾ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ് ലൈനിൻ്റെ വാല്യൂ ഷുഡ് ബി ഗിവൺ ആസ് 1. വേർഡ് ലൈൻ എനേബിൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്, ഓട്ടോമാറ്റിക്കലി M5 ആൻഡ് M6 രണ്ട് ആക്സസ് ട്രാൻസിസ്റ്റേഴ്സ് ഓൾസോ വിൽ ബി ടേൺഡ് ഓൺ. ഇത്രയാണ് ഇനീഷ്യലി നമ്മൾ ചെയ്യേണ്ട 2 സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ജസ്റ്റ് ഒരു അസംഷൻ എടുക്കാൻ പോവുകയാണ്, ദ ഡേറ്റ ടു ബി റെഡ് ഈസ് ഈക്വൽ ടു 0. ഡേറ്റ ടു ബി റെഡ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി അതിനകത്ത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡേറ്റ എന്ന് പറയുന്നതാണ് 0. അപ്പോൾ അതിനെ Q വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. Q is the data that is already being present, which means that is to be read. അപ്പോൾ Q ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം Q ബാർ എന്ന് പറയുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്, they are closely coupled inverters. therefore Q0 ആണെന്നുണ്ടെങ്കിൽ Q ബാറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ് അല്ലേ, ഒരു ലൈറ്റ് ഒരു പേർപ്പിൾ കളറിൽ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നോക്കിക്കേ, ഇനി ഫസ്റ്റ് നോക്കുക ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ പോയിൻറ്റ്സ് A ആൻഡ് Q എന്ന് നോക്കിക്കേ. എയിലിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത്, കാരണം നമ്മൾ ഓൾറെഡി പ്രീ ചാർജ് ചെയ്യുന്ന കേസും പറഞ്ഞു അല്ലേ, ബിറ്റ് ലൈൻസിനെ ഫുള്ളി ചാർജ്ഡ് ആയിട്ടിരിക്കുന്ന കേസ് പറഞ്ഞു, ആസ് വെൽ ആസ് വേർഡ് ലൈനെ എനേബിൾ ചെയ്യുന്ന കേസ് പറഞ്ഞു. അതിനുശേഷമാണ്
ഈ പറഞ്ഞ ഡേറ്റ അസംഷൻസ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ബിറ്റ് ലൈൻ ഫുള്ളി ചാർജ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അറ്റ് പോയിൻറ്റ് എ ദ വാല്യൂ ഇസ് ടേക്കൺ ആസ് 1 അല്ലേ, തൊട്ട് പ്രീവിയസ് സ്ലൈഡിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ അസ്യൂമിങ് ദ ഡേറ്റ പ്രസൻറ്റ് എന്ന് പറയുന്നത് 0 ആയിട്ട് വെക്കുകയാണ്. അപ്പോൾ നോക്കുക, ദ പൊട്ടൻഷ്യൽ ദർ ഇസ് ആക്ച്വലി എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പോയിൻറ്റ്സ് എ ആൻഡ് ക്യൂ. എ ആൻഡ് ക്യൂ ഇടയ്ക്ക് ദർ ഇസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ദെർഫോർ എന്ത് സംഭവിക്കുന്നു, ക്യൂവിൻ്റെ വാല്യൂ 0 അല്ലേ. ക്യൂവിൻ്റെ വാല്യൂ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്യൂവിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ബേസിക്കലി അതിൻ്റെ ഔട്ട്പുട്ടാണ് അല്ലേ. അപ്പോൾ ദെർഫോർ ക്യൂ ബാറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1 ആസ് ദ ഇൻപുട്ട് അല്ലേ. അപ്പോൾ M1 M3 കോൺഫിഗറേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ക്യൂ ബാറാണ്, വിച്ച് ഈസ് 1, അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നതാണ് 0, വിച്ച് ഈസ് ക്യൂ ആണല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും എന്ത് സംഭവിക്കുന്നു, ഈ ഇൻപുട്ട് 1 കൊടുത്തു കഴിയുമ്പോൾ ജസ്റ്റ് M1 alone ഈസ് ഓൺ ആൻഡ് M3 ഈസ് ഇൻ ഓഫ് സ്റ്റേറ്റ് ആണല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും, വെൻ ദർ ഇസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 1 ആൻഡ് 0, ഏത് പാത്തിൽ കൂടെ അത് കണ്ടക്ട് ചെയ്യും, ഏത് പാത്തിൽ കൂടെ അത് ഡിസ്ചാർജ് ആയി പോകും, M1 വഴി അത് ഡിസ്ചാർജ് ആയി പോകും. അപ്പോൾ ദെർഫോർ എന്ത് സംഭവിക്കുന്നു, ദ വാല്യൂ ഓഫ് എ എന്ന് പറയുന്നത് 1 ആയിരുന്നു, വിച്ച് ഈസ് ഫുള്ളി ചാർജ്ഡ് ആയിരുന്നു, ദാറ്റ് ഈസ് ബീങ് ഡിസ്ചാർജ് ടു 0. ഇനിയിപ്പോൾ പോയിൻറ്റ്സ് ബി ആസ് വെൽ ആസ് ക്യൂ ബാർ നോക്കിക്കേ, രണ്ടിൻ്റെ കേസിലും അതിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് 1 ആണ്, വിച്ച് മീൻസ് ദർ ഇസ് നോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ. ദെർഫോർ ദർ ഇസ് നോ ഡിസ്ചാർജിങ്. ഇനി നമ്മൾ അപ്പം ബി എല്ലിൻ്റെ കേസ്, എയിലിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരുന്നു, 1ൽ നിന്ന് ഡ്യൂ ടു ദ ഡിസ്ചാർജ് ഇറ്റ് ഹാസ് ബീൻ കൺവേർട്ടഡ് ഇൻ ടു 0 അല്ലേ. 1 to 0 ചേഞ്ച് ഓഫ് വാല്യൂ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ബേസിക്കലി ചെയ്യുന്നത് ബി എല്ലിൻ്റെയും ബി എൽ ബാറിൻ്റെയും വാല്യൂസ് പറയുന്നത് ആർ ബീങ് ഗിവൺ ടു എ സെൻസ് ആംപ്ലിഫയർ. അപ്പം സെൻസ് ആംപ്ലിഫയർ ബേസിക്കലി ചെക്സ് ദ ഇറ്റ് ഈസ് ബേസിക്കലി എ കമ്പാരറ്റർ. ആക്ച്വലി നമ്മളിനി പഠിക്കുന്നുണ്ട് അത്, അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ അത് കാണാം. അപ്പം ബേസിക്കലി ഇപ്പോൾ ഇത്രയും നോക്കിയാൽ മതി. സെൻസ് ആംപ്ലിഫയർ ആക്ച്വലി ചെക്സ് വെദർ ദർ ഈസ് എ ചേഞ്ച് ഓഫ് വാല്യൂ വിച്ച് മീൻസ് 1 to 0 ട്രാൻസിഷൻ ഇൻ ദ ലൈൻ BL ഡ്യൂ ടു ഡിസ്ചാർജ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി ഇറ്റ് ഐഡൻറ്റിഫൈസ് ദ ഡേറ്റ സ്റ്റോർഡ് ആസ് 0 ആണല്ലോ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യാനായിട്ട് തുടങ്ങിയത് ഇനീഷ്യലി ക്യൂവിലിരിക്കുന്ന വാല്യൂ 0 ആണെന്ന് പറഞ്ഞിട്ടാണ് അല്ലേ. അപ്പം BL 1 to 0 ട്രാൻസിഷൻ നടന്നപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ക്യൂവിലിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 0 ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്, വിച്ച് വാസ് അവർ ഇനീഷ്യൽ അസംഷൻ. അതിനെ നമുക്കിപ്പം കിട്ടി. ഇനിയിപ്പോൾ നെക്സ്റ്റ് കേസ് കാണാൻ പോകുന്നത് അസ്യൂം ദ ഡേറ്റ ടു ബി റെഡ് ആസ് 1. നേരത്തെ നമ്മൾ ഡേറ്റ ടു ബി റെഡ് എന്ന് പറയുന്നത് 0 ആയിട്ടാണ് എടുത്തത്. ഇപ്പം അസ്യൂം ദ ഡേറ്റ ടു ബി റെഡ് എന്ന് പറയുന്നത് 1 ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, വിച്ച് മീൻസ് ദ വാല്യൂ ഓഫ് ക്യൂ ഈസ് ഈക്വൽ ടു 1. ക്യൂ 1 ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ക്യൂ ബാറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും അല്ലേ. അപ്പം ബാക്കിയുള്ള കേസസ് എല്ലാം സെയിം തന്നെയാണ്. WLൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 അറ്റ് പോയിൻറ്റ്സ് എ ആൻഡ് ബി, രണ്ടും നമ്മൾ 1 ആയിട്ട് തന്നെ, അതിൽ വ്യത്യാസമൊന്നും ഇല്ല. ഇപ്പോൾ നേരത്തെ നോക്കിയ പോലെ തന്നെ ഇവിടെ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പോയിൻറ്റ്സ് എ ആൻഡ് ക്യൂ ആദ്യം നോക്കുവാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ക്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സി ഡിഫറൻസ് ഉണ്ടോ അവിടെ, ഇല്ല. ദർ ഇസ് നോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പോയിൻറ്റ്സ് എ ആൻഡ് ക്യൂ. ഇനിയിപ്പം സിമിലർലി നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ പോയിൻറ്റ്സ് ക്യൂ ബാർ ആൻഡ് ബി നോക്കുവാണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നുണ്ട് ദർ ഇസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പോയിൻറ്റ് ക്യൂ ബാർ ആൻഡ് ബി. 0ഉം 1ഉം ആണ് കിടക്കുന്നത് ആണല്ലോ. ദെർഫോർ നേരത്തെ കേസ് പോലെ തന്നെ ഇവിടെ ഡിസ്ചാർജിങ് ഓഫ് ദ കപ്പാസിറ്റർ, പ്രീചാർജ് കപ്പാസിറ്റർ ടേക്സ് പ്ലേസ് ആണല്ലോ. ദെർഫോർ 1ൽ നിന്ന് എന്ത് സംഭവിക്കുന്നു, ദ വാല്യൂ ഡ്രോപ്സ് ടു 0, കാരണം അത് M2 വഴി ഡിസ്ചാർജായി, കപ്പാസിറ്ററിലുള്ള ചാർജ് എന്ന് പറയുന്നത് ഡിസ്ചാർജായി പോവാണ്. അപ്പോൾ ദെർഫോർ ദ വാല്യൂ ചേഞ്ചസ് ഫ്രം 1 to 0. അപ്പോൾ ദെർഫോർ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ BLൻ്റെയും BL ബാറിൻ്റെയും വാല്യൂസ് പറയുന്നത് സെൻസ് ആംപ്ലിഫയറിലാണ് കൊടുക്കുന്നത്. ഇവിടെ സെൻസ് ആംപ്ലിഫയർ ഡിറ്റക്ട് ചെയ്യുന്നത് വെദർ ദർ ഈസ് എ ചേഞ്ച് ഇൻ വാല്യൂ ഫ്രം 1 to 0 ഇൻ ദ BL ബാർ ലൈൻ. ഓക്കെ, BL ബാർ ലൈനിൽ ചേഞ്ച് ഓഫ് വാല്യൂ ഉണ്ടോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്, ഈ സ്ലൈഡിൽ പറഞ്ഞിരിക്കുന്നത്.
BL ബാറിൻ്റെ വാല്യൂവിൽ ഡിസ്ചാർജ് കാരണം വെദർ ദർ ഇസ് എ ഡ്രോപ്പ് ഇൻ വാല്യൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് അസ്യൂംസ് ദ വാല്യൂ സ്റ്റോർഡ് ഈസ് taken as or the value stored is 1, which means the value of q is equal to 1 എന്നുള്ളത് അത് റീഡ് ചെയ്തെടുക്കുന്നു, which was our original assumption. ഇത്രയുമാണ് റീഡ് ഓപ്പറേഷൻ ആയിട്ടുള്ളത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഈസ് ദ റൈറ്റ് ഓപ്പറേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി ഞാനൊരു അസംഷൻ എടുക്കാൻ പോവുകയാണ്. അസ്യൂമിങ് ദ ഡേറ്റ ഓൾറെഡി പ്രസൻറ്റ് എന്ന് പറയുന്നത് 0 ആയിട്ട് എടുക്കുകയാണ്. ഡേറ്റ ഓൾറെഡി പ്രസൻറ്റ് എന്ന് പറയുന്നത് q ഈസ് ഈക്വൽ ടു 0. q 0 ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി q ബാറിൻ്റെ വാല്യൂ വിൽ ബി ഈക്വൽ ടു 1. അപ്പം ഓൾറെഡി 0 ആണെന്നുണ്ടെങ്കിലാണ് ഞാൻ പുതിയതായിട്ട് റൈറ്റ് ചെയ്യുന്നതിനെ 1 എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ, അല്ലേ? അതുകൊണ്ടാണ് ഇനീഷ്യൽ വാല്യൂവിന് 0 ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇനി നേരത്തെ നമ്മൾ കുറച്ച് ഇനീഷ്യൽ WLൻ്റെ വാല്യൂ 1 കൊടുത്ത പോലെ തന്നെ ഇവിടെ നമ്മൾ വേർഡ് ലൈനെ എനേബിൾ ചെയ്യുന്നുണ്ട്. വേർഡ് ലൈൻ ഈസ് എനേബിൾ, വിച്ച് മീൻസ് വേർഡ് ലൈൻ്റെ വാല്യൂ ഈസ് ടേക്കൻ ആസ് 1. പിന്നെ സെക്കൻഡ് 1 എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. നേരത്തെ നമ്മൾ അതിനെ രണ്ടിനെയും നമ്മുടെ ബിറ്റ് ബാർ ലൈനിനെ രണ്ടിനെയും നമ്മൾ ചാർജ് ചെയ്യുന്ന കേസാണ്, ഫുഡ് VDD സപ്ലൈ ചെയ്തെടുക്കുന്ന കേസാണ് പറഞ്ഞത്. ബട്ട് ഇവിടെ ഡിഫറെൻ്റ് ആണ് വെൻ കമ്പയർഡ് വിത്ത് ദ റീഡ് ഓപ്പറേഷൻ. റൈറ്റ് ഓപ്പറേഷൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ BL ബാർ ലൈൻ ഈസ് ബീയിങ് ഗ്രൗണ്ടഡ്, അല്ലെങ്കിൽ BL ബാർ ഈസ് ഈക്വൽ ടു 0. അതാണ് ആ താഴെ റെഡ് ലൈൻ. BL ബാറിനെ ഞാനവിടെ ഗ്രൗണ്ട് ചെയ്തതായിട്ട് കാണിച്ചിട്ടുണ്ട്. BL ബാറിനെ ഗ്രൗണ്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? ദ പോയിൻറ്റ് B വിൽ ബി ഈക്വൽ ടു 0. അതവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പോയിൻറ്റ് B വിൽ ബി ഈക്വൽ ടു 0. അപ്പോൾ നോക്കിക്കേ, B ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു, അല്ലേ? അപ്പോൾ വേർഡ് ലൈൻ നമ്മൾ എനേബിൾ ചെയ്ത് കഴിയുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി ആക്സസ് ട്രാൻസിസ്റ്റേഴ്സ് M5 ആൻഡ് M6 both the M5 and M6 both the access transistors are being turned on, അല്ലേ? M6 എന്ന് പറയുന്നത് ഓണായി, അല്ലേ? M5 ആൻഡ് M6 രണ്ടും ഓണാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും M6 ഓൺ ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ദ വാല്യൂ ഓഫ് Q ബാർ വിൽ ബി കൺവേർട്ടഡ് ടു 0 ഫ്രം 1 ആണല്ലോ. Q ബാർ വിൽ ബി കൺവേർട്ടഡ് ടു 0 ഫ്രം ദ വാല്യൂ 1. അപ്പം Q ബാറിൻ്റെ വാല്യൂ 1 ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Qൻ്റെ വാല്യൂ വിൽ ബി ഈക്വൽ ടു Q ബാറിൻ്റെ വാല്യൂ 1 to 0 ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Qൻ്റെ വാല്യൂ വിൽ ബി കൺവേർട്ടഡ് ഫ്രം 0 to 1 ആണല്ലോ. അപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മൾ ഓൾറെഡി ഇനീഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരുന്നു? 0 ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ റൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത് 1 ആണെന്നാണ് പറഞ്ഞത്, അല്ലേ? അപ്പോൾ ഇവിടെ ഈ ഡയഗ്രത്തിൽ നോക്കിയാൽ 0 to 1 ട്രാൻസിഷൻ നടന്നു, അല്ലേ? ചേഞ്ച് ഓഫ് വാല്യൂ ഓൾറെഡി ഉണ്ടായിരുന്ന 0 ആണ്, അതിനെ ഞാൻ ഓവർ റൈറ്റ് ചെയ്ത് 1 എന്ന് പറഞ്ഞ വാല്യൂ ഞാൻ റൈറ്റ് ചെയ്തു ഇൻ Q. Therefore the writing operation has been taken place. And last is the application. And application basically it is used in the cache memory, and also it is basically faster but it is quite expensive. അതാണ് ബേസിക്കലി ക്യാഷ് മെമ്മറിക്കകത്ത് യൂസ് ചെയ്യാന്നുള്ളതാണ് ബേസിക് അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.